മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ മലയിലെ പ്രസംഗത്തെക്കുറിച്ചാണ്. ഈ സുവിശേഷ ഭാഗത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ദരിദ്രർ ഭാഗ്യവാന്മാരാണ്, വിശപ്പ് സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ സന്തോഷത്തിലും സംതൃപ്തിയിലും ഇപ്പോൾ കഴിയുന്നവര് അവര് പിന്നീട് ദുഃഖിച്ച് കരയുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴികളില് സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസത്തിന്റെ വചനമാണ് ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നൽകുന്നത്. കരയുന്നവരും വിശപ്പ് സഹിക്കുന്നവരും ദരിദ്രരും ലോകത്തിന്റെ നോട്ടത്തില് ഹതഭാഗ്യവാന്മാരാണ്, അവര് ഭാഗ്യമില്ലാത്തവരാണ്. എന്നാൽ ഈശോനാഥൻ പറയുന്നത് ഇങ്ങനെയുള്ളവർക്കാണ് ഭാഗ്യം ലഭിക്കുക. കാരണം ഇവർ താങ്ങില്ലാത്തവരാണ്. ലോകത്തിൽ താങ്ങില്ലാത്തവരെ നെഞ്ചിൽ താങ്ങുന്നവനാണ് ദൈവം. ഈ ലോകത്തിൽ കരയുന്നവരും വിശപ്പ് സഹിക്കുന്നവരും ദരിദ്രരും ഭാഗ്യവാന്മാരായി തീരുന്നതിന്റെ കാരണം ഈ ലോകത്തിൽ അവർക്കാർക്കും ഒരു താങ്ങില്ല. ആരെങ്കിലും അവരെ താങ്ങാനായി ഉണ്ടായിരുന്നെങ്കിൽ അവർ കരയില്ലായിരുന്നു, ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരികയില്ലായിരുന്നു, വിശപ്പ് അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. ഈ ലോകത്തിൽ ആരും അവർക്ക് സഹായമായി താങ്ങായി ഇല്ലാത്തതുകൊണ്ടാണ് ലോകത്തിൽ അവർ കരയുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരുടെ താങ്ങാണ് താനെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. ഈ ലോകത്തിന് വേണ്ട സകലതും നൽകുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് ദരിദ്രരുടെയും കരയുന്നവരുടെയും വിശപ്പനുഭവിക്കുന്നവരുടെയും താങ്ങ്. നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ സഹായിക്കാനില്ലാത്തതിനാൽ കരയുന്നുണ്ടെങ്കിൽ, വിശപ്പനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് താങ്ങാവാനായിട്ട് ഈശോനാഥൻ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. നിനക്ക് താങ്ങ് നൽകാൻ ഈശോനാഥൻ തയ്യാറാണ്. നിനക്ക് താങ്ങൊരുക്കി, സ്വന്തം നെഞ്ചിൽ നിനക്ക് താങ്ങൊരുക്കി കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നീ ലോകത്തിന്റെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ ആരും നിന്നെ സഹായിച്ചില്ലല്ലോ, ആരും നിനക്ക് താങ്ങായില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ കരയേണ്ടി വരുന്നത്. നീ കർത്താവിന്റെ നെഞ്ചിനെ താങ്ങായി കാണുക. ഇപ്പോൾ സന്തോഷിക്കുന്നവരും സന്തുഷ്ടരുമായവര് പിന്നീട് കരയുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ അവരുടെ താങ്ങ് ഈ ലോകമാണ്. ദൈവത്തിന്റെ താങ്ങ് അവർക്ക് ആവശ്യമില്ല. ലോകത്തിന്റെ താങ്ങ്, ലോകത്തിന്റെ സംരക്ഷണം എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകുന്നതാണ്. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സംരക്ഷണവും അത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ഇപ്പോൾ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയാലും നീ കരയരുത്, സങ്കടപ്പെടരുത്, നീ സന്തോഷിക്കണം. കാരണം നിനക്ക് താങ്ങാവാൻ കർത്താവ് തയ്യാറായി നിന്റെ അരികിൽ നിൽക്കുന്നു. കർത്താവ് നിന്നെ താങ്ങുന്നവനാണ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെയും വേദനകളെയും ഈശോയുടെ മുൻപിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ പഠനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. യാത്രകളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഭവനത്തിൽ സമാധാനം നൽകണമേ. ഇവരുടെ സങ്കടങ്ങളിലും വേദനകളിലും താങ്ങും തണലുമായി അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോനാഥ, ഇവരെ കൈവിടരുതേ. ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ആപത്തുകളും അപകടങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ ദിവസത്തെ ഇവരുടെ സകല കാര്യങ്ങളിലും അനുഗ്രഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.